ഹായ് ഹലോ നമസ്കാരം. പേശിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജവംശത്തെക്കുറിച്ചാണ്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരുവിതാംകൂർ രാജവംശത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. അതിൽ ഓരോ രാജാക്കന്മാരെ കുറിച്ചിട്ട് നമുക്ക് പറയാനുണ്ട്. കൃത്യമായിട്ട് കാലഗണന ക്രമത്തിൽ തന്നെയായിരിക്കും നമ്മൾ പോവുക. ഓക്കെ, അതിന് മുമ്പ് തിരുവിതാംകൂറിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാദ്യം നോക്കാം. അപ്പോൾ ഇതൊരു ചരിത്രം ആയതുകൊണ്ടും നമുക്ക് കുറച്ച് കുറേ പുതിയ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കേൾക്കാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടെന്ന് വരും. ചരിത്രത്തിൽ തന്നെയാണ് ഉള്ള കാര്യങ്ങളാണ്, ചിലപ്പോൾ നിങ്ങൾ കേട്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ എന്ത് തന്നെയായാലും അറിയാത്ത കാര്യങ്ങൾ, കിട്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ അത് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രം പഠിക്കുമ്പോൾ വളരെ കുറച്ച് പേർക്കെങ്കിലും അത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും എന്നാൽ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ അതൊരു ബോറിംഗ് ഒക്കെ സബ്ജക്റ്റ് ആയിരിക്കാം. ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റ് ആണല്ലോ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നിങ്ങൾ ഇൻട്രസ്റ്റോടെ തന്നെ ഈ ക്ലാസ് കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അറിയാത്ത കാര്യങ്ങൾ എഴുതി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജവംശത്തെക്കുറിച്ചിട്ടാണ്. അതിൻ്റെ പാർട്ട് 1 ആണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറേ പാർട്ടുകൾ വരും. ക്ലിയർ? അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജവംശം അറിയപ്പെട്ടിരുന്ന ഒരു പേരുണ്ട്, പഴയ പേരെന്ന് പറയാം, അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്ന പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂർ രാജവംശമാണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് അറിയപ്പെടുന്നത് ഏതാണ് രാജവംശം എന്ന് ചോദിച്ചാൽ അത് തിരുവിതാംകൂർ രാജവംശമാണ്. അപ്പോൾ ഇത്തരത്തിൽ കുറേ സ്വരൂപങ്ങളൊക്കെ ഉണ്ട്. അതിൽ തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജവംശമാണ്. ഓക്കെ, തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ മറ്റൊരു പേരാണ് തിരുവിതാംകോട്. ഓക്കെ, അപ്പോൾ തൃപ്പാപ്പൂർ സ്വരൂപം അതുപോലെ തന്നെ തിരുവിതാംകോട് ഇതെല്ലാം തന്നെ എന്താണ്, തിരുവിതാംകൂറിൻ്റെയുമായി ബന്ധപ്പെട്ടുള്ള പേരുകളാണ്. തിരുവിതാംകൂറിൻ്റെ മറ്റു പേരുകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്, ഒന്ന് തൃപ്പാപ്പൂർ സ്വരൂപം, എന്താണ് തൃപ്പാപ്പൂർ സ്വരൂപം, പിന്നെയോ തിരുവിതാംകോട്. ഇനി നോക്കുക, തിരുവിതാംകൂറിൻ്റെ ആരാധനാമൂർത്തിയാണ് പത്മനാഭസ്വാമി. നമുക്കറിയാം നിലവിലുള്ള തിരുവനന്തപുരത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് അറിയാലോ അല്ലേ. ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠയായിട്ടുള്ള പത്മനാഭസ്വാമി തന്നെയാണ് തിരുവിതാംകൂറിൻ്റെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത്. ഈ തിരുവിതാംകൂർ പഠിക്കുന്ന സമയത്ത് ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്, തിരുവിതാംകൂറിൻ്റെ ആരാധനാമൂർത്തി ആരായിരുന്നു, അത് പത്മനാഭസ്വാമി ആണ്. ഓക്കെ, വിഷ്ണുദേവനാണ്, പത്മനാഭസ്വാമിയാണ് എന്നുള്ളതാണ്. ഈ തിരുവിതാംകൂർ രാജാക്കന്മാർ, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് തൃപ്പാപ്പൂർ സ്വരൂപം, തിരുവിതാംകോട് ഇതെല്ലാം തിരുവിതാംകൂറിൻ്റെ പേരുകളായിരുന്നു അല്ലേ. അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരുകളായിരുന്നു വഞ്ചിഭൂപതി. ഓക്കെ, വഞ്ചിഭൂപതി. അതുപോലെ തന്നെ ഈ ശ്രീ പത്മനാഭസ്വാമിയെ എന്താണ് അവിടെ ദാസന്മാരായിട്ടും അവർ അറിയപ്പെടുന്നുണ്ട്. അതായത് ശ്രീ പത്മനാഭദാസന്മാർ. ഓക്കെ, ശ്രീ പത്മനാഭദാസന്മാർ എന്നും കൂടി ആരറിയപ്പെടുന്നുണ്ട്, തിരുവിതാംകൂറിലെ രാജാക്കന്മാർ അറിയപ്പെടുന്നുണ്ട്. തിരുവിതാംകൂറിലെ രാജാക്കന്മാർ വഞ്ചിഭൂപതി എന്ന പേരിലും ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുകയാണെങ്കിൽ തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനത്തെക്കുറിച്ചിട്ടാണ്. ഓക്കെ, ഇപ്പോൾ തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം എന്ന് പറയുന്നത് ഏതാണ്, അത് വഞ്ചീശമംഗളം എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ആ ദേശീയഗാനത്തിൻ്റെ പേര് വഞ്ചീശമംഗളം എന്നതാണ് തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം. കാരണം അത് അവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ദേശീയ ഗാനം ഉണ്ടാവും. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം വഞ്ചീശമംഗളം എന്ന പേരിൽ അറിയപ്പെടുന്നു. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം വഞ്ചീശമംഗളം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ വഞ്ചീശമംഗളം എന്ന് പറയുന്ന ദേശീയ ഗാനം രചിച്ചത് പ്രശസ്തനായിട്ടുള്ള കവിയായിട്ടുള്ള ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ്. അപ്പോൾ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ രചിച്ച ഏതാണ് ദേശീയ ഗാനമാണ് തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം. ഏത്, വഞ്ചീശമംഗളം എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം ഏതാണ്, വഞ്ചീശമംഗളമാണ്. ആ വഞ്ചീശമംഗളം രചിച്ചിട്ടുള്ളത് ആരാണ്, അത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യറാണ്. ഉള്ളൂർ എസ് പരമേശ്വര അയ്യറാണ് വഞ്ചീശമംഗളം എന്ന ഏത് ദേശീയ ഗാനം രചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് അത് ശംഖാണ്. എന്താണ്,
എന്താണ്? ശംഖാണ്. നിങ്ങളിപ്പോൾ നമുക്ക് തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ടുള്ള കുറേ അവരുടെ കൊട്ടാരവും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ റീലിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട റീലുകളിൽ നിങ്ങൾക്കൊരു ശംഖ് കാണാൻ സാധിക്കും. ഒക്കെ ആ റീലിനകത്തായിട്ടും ഓക്കെ. അതായത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിക്ക് കണക്ട് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് ശംഖാണ്. ശംഖാണ് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം. ഓക്കെ. ദേശീയഗാനം വഞ്ചീശമംഗളം, രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, ചിഹ്നം ശംഖാണ്. ഇനിയോ വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശമായിരുന്നു തിരുവിതാംകൂർ രാജവംശം. എന്താണ്? വഞ്ചി ഭൂപതിമാർ അല്ലേ? വഞ്ചി ഭൂപതിമാർ. നമ്മളിവിടെ പറഞ്ഞു തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരുകളായിരുന്നു വഞ്ചി ഭൂപതി എന്നും ശ്രീ പത്മനാഭദാസന്മാർ എന്നും അല്ലേ? അതേ ചോദ്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. വഞ്ചി ഭൂപതിമാർ. കണ്ടോ? വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശമായിരുന്നു തിരുവിതാംകൂർ രാജവംശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം കൂടിയാണ് തിരുവിതാംകൂർ. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ പോലീസിനെ നിയമിച്ചു അല്ലേ? അപ്പോൾ പോലീസിലെ വനിതകളെ നിയമിച്ചു അല്ലേ? വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം കൂടിയാണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം എന്ന് പറയുന്നത്. ഓക്കെ. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി, ആ കാര്യം പഠിച്ചു വെക്കണം. ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം. ക്ലിയർ അല്ലേ? അടുത്തത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം കൂടിയായിരുന്നു തിരുവിതാംകൂർ നാട്ടുരാജ്യം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 1947 കാലഘട്ടത്തിൽ എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുള്ള അല്ലേ? സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏക നാട്ടുരാജ്യം, ഒരേ ഒരു നാട്ടുരാജ്യമായിരുന്നുള്ളൂ സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ആ നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ നാട്ടുരാജ്യം അല്ലേ? തിരുവിതാംകൂർ രാജ്യം എന്ന് പറയുന്നത്. പിന്നെയോ തപാൽ സംവിധാനം അല്ലേ? തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ നാട്ടുരാജ്യം. തപാൽ സംവിധാനം അല്ലേ? അതായത് അത് പറഞ്ഞുതരാം, അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട്. തപാൽ സംവിധാനവും അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് വരാം. അപ്പോൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കുക. തപാൽ സംവിധാനം, ആ തപാൽ സംവിധാനത്തിന് അവിടെ അറിയപ്പെട്ടിരുന്നത് അഞ്ചൽ എന്ന പേരിലായിരുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ അഞ്ചൽ എന്താണെന്ന് ചോദിച്ചാൽ തപാൽ സംവിധാനമാണെന്ന് മനസ്സിലാക്കണം. തപാൽ സംവിധാനത്തെയാണ് അഞ്ചൽ എന്ന് തിരുവിതാംകൂറിൽ അറിയപ്പെട്ടിരുന്നത്. അത് നിലവിൽ വന്ന ആദ്യത്തെ നാട്ടുരാജ്യം കൂടിയാണ് ഇതെന്ന് പറയുന്നത് തിരുവിതാംകൂർ നാട്ടുരാജ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്വന്തമായിട്ട് നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏതാണ് ആദ്യത്തെ നാട്ടുരാജ്യം, അതുമല്ല ഏക നാട്ടുരാജ്യം. പിന്നെയോ തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ നാട്ടുരാജ്യം തിരുവിതാംകൂറാണ്. അതുപോലെ തന്നെ ഇനി അടുത്ത് നോക്കൂ, ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ്, കണ്ടോ, ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന നാട്ടുരാജ്യവും ഏതാണ്? അതും തിരുവിതാംകൂറാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്ന നാട്ടുരാജ്യവും തിരുവിതാംകൂറാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്നതും തിരുവിതാംകൂറാണ്. തിരുവിതാംകൂറിൻ്റെ പട്ടാളം അറിയപ്പെട്ടിരുന്നത് നായർ ബ്രിഗേഡ് എന്ന പേരിലാണ്. ഓക്കെ. തിരുവിതാംകൂറിൻ്റെ പട്ടാളം അറിയപ്പെട്ടിരുന്നത് നായർ ബ്രിഗേഡ് എന്ന് പറയുന്ന പേരിലാണ്. ഓക്കെ. അപ്പം നായർ ബ്രിഗേഡ് എന്ന എന്താണ്? അത് തിരുവിതാംകൂറിൻ്റെ പട്ടാളമാണ്. തിരുവിതാംകൂറിൻ്റെ പട്ടാളം അറിയപ്പെടുന്നത് നായർ ബ്രിഗേഡ് എന്ന പേരിലാണ്. അപ്പം നമ്മളിവിടെ എന്താണ് നോക്കിയത്? അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. അതുപോലെ തന്നെ തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ നാട്ടുരാജ്യം, ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന നാട്ടുരാജ്യം, തിരുവിതാംകൂറിൻ്റെ പട്ടാളം അറിയപ്പെട്ടിരുന്നത് നായർ ബ്രിഗേഡ് എന്നായിരുന്നു. എന്താണ് അഞ്ചൽ? അത് തപാൽ സംവിധാനമാണ്. അഞ്ചൽ എന്ന പേരിൽ അവിടെ അറിയപ്പെട്ടിരുന്നത്. ഇനി അടുത്തത്, തിരുവിതാംകൂറിൻ്റെ ഫിനാൻഷ്യൽ സെക്രട്ടറി അല്ലേ? സെക്രട്ടറിയേറ്റ് അറിയപ്പെട്ടിരുന്നത് മുളകുമടിശീല എന്നാണ്. കണ്ടോ, ആ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ. അതായത് തിരുവിതാംകൂറിൻ്റെ ഫിനാൻഷ്യൽ സെക്രട്ടറിയേറ്റ്, ഓക്കെ, തിരുവിതാംകൂറിൻ്റെ ഫിനാൻഷ്യൽ സെക്രട്ടറിയേറ്റ് അറിയപ്പെട്ടിരുന്നത് മുളകുമടിശീല എന്ന പേരിലായിരുന്നു. ഓക്കെ, മുളകുമടിശീല എന്ന പേരിലായിരുന്നു. ഈ മുളകുമടിശീല കിട്ടിക്കഴിഞ്ഞാൽ പണവുമായി ബന്ധപ്പെട്ട അല്ലേ എന്താണ് ഫിനാൻഷ്യൽ സെക്രട്ടറിയേറ്റ് ആണ്. ഫിനാൻഷ്യൽ സെക്രട്ടറിയേറ്റ് അല്ലേ, തിരുവിതാംകൂറിൻ്റെ ഫിനാൻഷ്യൽ സെക്രട്ടറിയേറ്റ് മുളകുമടിശീല എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ അവിടുത്തെ ധനമന്ത്രിമാർ അല്ലേ, പണവുമായി ബന്ധപ്പെട്ട് ധനമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് മുളകുമടിശീലക്കാർ എന്ന പേരിലായിരുന്നു.
ഫിനാൻഷ്യൽ സെക്രട്ടേറിയറ്റ് മുളകുമടി ശീല എന്നും അവിടുത്തെ ധനമന്ത്രിമാർ മുളകുമടി ശീലക്കാരെന്നും അറിയപ്പെട്ടിരുന്നു. മുളകുമടി ശീലക്കാരെന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലായിരുന്നു അല്ലേ. തിരുവിതാംകൂറിൻ്റെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് അല്ലേ, തിരുവിതാംകൂറിൻ്റെ മുഖ്യമന്ത്രിമാർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിൽ അവിടുത്തെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നു. ഓക്കെ, തിരുവിതാംകൂറിൻ്റെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ, ദിവാൻ എന്നീ പേരുകളിലായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ മതിലകം രേഖകൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മതിലകം രേഖകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് താളിയോല ഗ്രന്ഥങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഗ്രന്ഥങ്ങളാണ് മതിലകം രേഖകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്ന പേര് മതിലകം രേഖകൾ എന്നറിയപ്പെടുന്നു. മിക്സ്ഡ് ആയിട്ടാണ് ഇവിടെ ടോപ്പിക്കുകൾ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി തിരുവിതാംകൂറിൻ്റെ നിയമസംഹിത അല്ലേ. ഓക്കെ, ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള, നമ്മുടെ ഇപ്പോൾ ഇന്ത്യക്ക് ഒരു നിയമസംഹിത ഉള്ള പോലെ തന്നെ തിരുവിതാംകൂറിനും ഒരു നിയമസംഹിത ഉണ്ടായിരുന്നു. ആ നിയമസംഹിതയാണ് ചട്ടവരിയോലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൻ്റെ നിയമസംഹിത അല്ലേ, തിരുവിതാംകൂറിൻ്റെ നിയമസംഹിത അറിയപ്പെട്ടിരുന്ന പേര് ചട്ടവരിയോലകൾ എന്ന പേരിലായിരുന്നു. എന്താണ്? ചട്ടവരിയോലകൾ. തിരുവിതാംകൂറിൻ്റെ നിയമസംഹിത അറിയപ്പെട്ടിരുന്ന പേര് ചട്ടവരിയോലകൾ എന്ന പേരിലായിരുന്നു. നോക്കുക, തിരുവിതാംകൂറിൻ്റെ ഫിനാൻഷ്യൽ സെക്രട്ടേറിയറ്റ് അറിയപ്പെട്ടിരുന്നത് മുളകുമടി ശീല എന്നും അവിടുത്തെ ധനമന്ത്രിമാർ മുളകുമടി ശീലക്കാർ എന്നും അറിയപ്പെട്ടിരുന്നു. പിന്നീട് തിരുവിതാംകൂറിൻ്റെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലാണ്. അത് നമുക്ക് പഠിക്കുമ്പോൾ ആ ദാനം അല്ലെങ്കിൽ ദളവ ദിവാൻ എന്നുള്ള പേര് എങ്ങനെയാണ് ആ മാറ്റം വന്നതൊക്കെ നമുക്ക് പറയാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള താളിയോല ഗ്രന്ഥങ്ങൾ മതിലകം രേഖകൾ എന്നറിയപ്പെടുന്നു. തിരുവിതാംകൂറിൻ്റെ നിയമസംഹിത അറിയപ്പെടുന്നത് ചട്ടവരിയോലകൾ എന്ന പേരിലായിരുന്നു. ചട്ടവരിയോലകൾ. ഇനി നോക്കുക, ഈ ചട്ടവരിയോലകൾ അല്ലേ, ആ നിയമസംഹിതയാണ് ചട്ടവരിയോലകൾ എന്ന് പറയുന്നത്. ഈ ചട്ടവരിയോലകൾ തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേണൽ മൺറോ ആണ്. കേണൽ മൺറോ ആണ് തിരുവിതാംകൂറിൻ്റെ നിയമസംഹിതയായിട്ടുള്ള ചട്ടവരിയോലകൾ തയ്യാറാക്കിയത്. കേണൽ മൺറോ ആണ്. കേണൽ മൺറോ ആണ് എന്ന കാര്യം മനസ്സിലാക്കി വെക്കണം. ആ പേര് മനസ്സിലാക്കുക, കേണൽ മൺറോ. തിരുവിതാംകൂറിൻ്റെ നിയമസംഹിതയായിട്ടുള്ള ചട്ടവരിയോലകൾ തയ്യാറാക്കിയത് കേണൽ മൺറോ. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ചടങ്ങിനെ പറ്റിയിട്ടാണ്. അതായത് ഹിരണ്യഗർഭം എന്ന് പറയുന്ന ഒരു ചടങ്ങ്. അതായത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങാണ് ഈ ഹിരണ്യഗർഭം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഓരോ തലമുറയിലേക്ക് ഓരോ പുതിയ പുതിയ രാജാക്കന്മാർ വരും അല്ലേ. അപ്പോൾ ആ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങിനെ പറയുന്നതാണ് ഹിരണ്യഗർഭം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. എന്താണ്? തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് അറിയപ്പെടുന്നത് ഹിരണ്യഗർഭം എന്നുള്ള പേരിലാണ്. അതായത് ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു പാൽ ചേർത്ത മിശ്രിതത്തെ പഞ്ചഗവ്യം എന്നാണ് പറയുന്നത്. ഈ ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതം എന്താണ്? അത് പഞ്ചഗവ്യമാണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഹിരണ്യഗർഭം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ആദ്യത്തെ തിരുവിതാംകൂർ രാജാവായിട്ടുള്ള ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയും മാർത്താണ്ഡവർമ്മ എന്നായിരിക്കും കൂടുതൽ പറയുക. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ്. എന്താണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓരോ രാജാക്കന്മാരും അവരുടെ നാളിലാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അനിഴം തിരുനാൾ, ഉത്രം തിരുനാൾ അല്ലേ, അങ്ങനെ ശ്രീമൂലം തിരുനാൾ, അങ്ങനെ ഒരുപാട് പേരിൽ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിക്കാം. ആദ്യത്തെ തിരുവിതാംകൂർ രാജാവായിട്ടുള്ള അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ അവരുടെ കാലഘട്ടം പറയുമ്പോൾ ആ കാലഘട്ടം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇദ്ദേഹം ഏത് കാലഘട്ടം മുതൽ ഏത് കാലഘട്ടം വരെ ആയിരുന്നു, ഏത് വർഷം മുതൽ ഏത് വർഷം വരെ ആയിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് എന്ന് ഓർത്തു വെക്കണം. കാരണം ഒരു സംഭവം പറഞ്ഞിട്ട് ഇത് ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ് നടന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ അവരുടെ കാലഘട്ടം കൃത്യമായിട്ട് ഓർത്തുവെക്കണം. നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുന്നു. ആദ്യത്തെ രാജാവായിട്ടുള്ള അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നോക്കുക. അദ്ദേഹം 1729 മുതൽ 1758 വരെയുള്ള കാലഘട്ടം അല്ലേ. 1729 അദ്ദേഹം ഭരണം
തുടങ്ങി 1758 വരെ ആര് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരിക്കുകയാണ്. ഓക്കെ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരിക്കുന്നു. 1729 മുതൽ 1758 വരെയുള്ള കാലഘട്ടമാണ് ആരുടെ കാലഘട്ടം? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം. നോക്കുക, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നും ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നും ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യനെന്നും തിരുവിതാംകൂറിലെ അശോകൻ എന്നും ആരറിയപ്പെടുന്നു? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്നു. നോക്കുക, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന പേരിൽ ഒന്ന്, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന പേരിൽ ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ, രണ്ട് ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ, അതുപോലെ തിരുവിതാംകൂറിലെ അശോകൻ, മൂന്ന് തിരുവിതാംകൂറിലെ അശോകൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1729 മുതൽ 1758 വരെയുള്ള കാലഘട്ടം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം. തിരുവിതാംകൂറിലെ ആദ്യ രാജാവ്, അദ്ദേഹം അറിയപ്പെട്ടിരുന്നു ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ, ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ, തിരുവിതാംകൂറിലെ അശോകൻ, തിരുവിതാംകൂറിലെ അശോകൻ എന്നെല്ലാം അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. നോക്കുക, നെയ്യാറ്റിൻകരയിലെ ഇളമുറ തമ്പുരാൻ എന്ന് ആരെ സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആ വ്യക്തിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? നെയ്യാറ്റിൻകരയിലെ ഇളമുറ തമ്പുരാൻ. അങ്ങനെ ഒരു ചോദ്യം നമുക്ക് വരും. നെയ്യാറ്റിൻകരയിലെ ഇളമുറ തമ്പുരാൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാര് എന്ന് ചോദിച്ചാൽ അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഈ വേണാട് ഉടമ്പടിയെക്കുറിച്ച് നമുക്ക് പറയാം. അതിനു മുമ്പ് ഇവിടെ വേണാട് ഉടമ്പടി പറഞ്ഞതുകൊണ്ട് ആ വേണാട് ഉടമ്പടിയുടെ വർഷം ഒന്ന് പഠിച്ചു വെക്കുക. 1723 1723 അതായത് ഇവിടെ പറയുന്നത് ഈ വേണാട് ഉടമ്പടി 1723 അല്ലേ. എന്താണ് ഇവിടെ പറയുന്നത്? നെയ്യാറ്റിൻകരയിലെ ഇളമുറ തമ്പുരാൻ. കണ്ടോ, നെയ്യാറ്റിൻകരയിലെ ഇളമുറ തമ്പുരാൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് വേണാട് ഉടമ്പടിയിൽ അദ്ദേഹം ഒപ്പുവെക്കുന്നത് 1723 പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭരണം ലഭിക്കുന്ന എപ്പോഴാണ്? 1729 അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്ത് അങ്ങനെ ഒരു വിശേഷം നടത്തിക്കൊണ്ട് സ്വയം വിശേഷം നടത്തിക്കൊണ്ട് അതിൽ ഒപ്പിട്ടിട്ടുള്ളത്. ഓക്കെ, വേണാട് ഉടമ്പടിയിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടുള്ളത്. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഭരണം വരുന്നത് 1729 മുതൽ 1758 വരെയാണ്. അദ്ദേഹം 1723 ഈ പറയുന്ന വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത്? നെയ്യാറ്റിൻകരയിലെ ഇളമുറ തമ്പുരാൻ എന്ന് സ്വയം അദ്ദേഹം വിശേഷിപ്പിച്ചിട്ട് ഈ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം പിന്നെ 29 അദ്ദേഹം ഭരണം കിട്ടുന്നത് അദ്ദേഹത്തിന്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് നോക്കുക. ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ആര്? മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനത്തിലൊക്കെ നമ്മൾ എന്താണ് ഡച്ചുകാർ പഠിച്ച സമയത്ത്, യൂറോപ്യന്മാരുടെ ആഗമനത്തിലെ ഡച്ചുകാർ പഠിച്ച സമയത്ത് നമ്മളൊരു കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ അവിടെ വളരെ വ്യക്തമായിട്ട് നോക്കി. ആ കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു അല്ലേ. മാർത്താണ്ഡവർമ്മയും കണ്ടോ, ഡച്ചുകാർ. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്നൊരു യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ആ കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പറയുന്നത് ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തിയെ അല്ലേ, ആദ്യമായിട്ടൊരു യൂറോപ്യൻ ശക്തിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ ഭരണാധികാരി ആരായിരുന്നു? അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആരെ കീഴ്പ്പെടുത്തി? ഡച്ചുകാരെ കീഴ്പ്പെടുത്തി. ഏത് യുദ്ധത്തിൽ? കുളച്ചൽ യുദ്ധത്തിൽ അല്ലേ, കുളച്ചൽ യുദ്ധത്തിൽ. നോക്കുക, മാർത്താണ്ഡവർമ്മയുടെ ഭരണ രാഷ്ട്രീയ തലസ്ഥാനം എന്ന് പറയുന്നത് കൽക്കുളമാണ്. ഇപ്പോൾ അത് പത്മനാഭപുരം അല്ലേ, കൽക്കുളം. മാർത്താണ്ഡവർമ്മയുടെ ഭരണ രാഷ്ട്രീയ തലസ്ഥാനം അറിയപ്പെടുന്നത് കൽക്കുളം എന്ന പേരിലായിരുന്നു. കൽക്കുളം എന്ന പേരിലാണ്. ഇനിയോ മാർത്താണ്ഡവർമ്മ വ്യാപാര തലസ്ഥാനം ഏതാണ്? മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം മാവേലിക്കരയാണ്. മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം മാവേലിക്കരയാണ്. ആലപ്പുഴയിലുള്ള മാവേലിക്കരയില്ലേ, അതാണ് മാവേലിക്കരയാണ്. ഇനിയോ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയാണ് കൃഷ്ണശർമ്മ. ഓക്കെ, മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയാണ് കൃഷ്ണശർമ്മ. ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോയാൽ മാത്രം മതി. ഇവിടെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കുന്നത് ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തിയെ
യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ ഭരണരാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളമാണ്. പിന്നെയോ മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം മാവേലിക്കരയാണ്. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി കൃഷ്ണശർമ്മയാണ് എന്ന കാര്യം ഓർക്കുക. നോക്കുക, ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു ആരെന്ന് പറയുന്നത്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. എന്താണ് ഹിരണ്യഗർഭം എന്ന് നമ്മൾ ഓൾറെഡി നോക്കി അല്ലേ? ഇവരുടെ കിരീടധാരണ ചടങ്ങാണ് അല്ലേ? ഈ കിരീടധാരണ ചടങ്ങായിട്ടുള്ള തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങായിട്ടുള്ള ഹിരണ്യഗർഭം എന്ന് പറയുന്ന ആ ചടങ്ങ് ആരംഭിച്ചത് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭദ്രദീപം, അതുപോലെ തന്നെ മുറജപം തുടങ്ങിയ ചടങ്ങുകൾ ആഡംബരപൂർവം തുടങ്ങിയ ഭരണാധികാരിയോ ആര് തന്നെയായിരുന്നു? അതും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതായത് എന്താണ് ഇവിടെ പറയുന്നത്? ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു ചടങ്ങുണ്ട്. അത് ഭദ്രദീപം എന്നും മുറച്ചപം എന്നറിയപ്പെടുന്ന ചടങ്ങുണ്ട്. ഈ ചടങ്ങുകൾ തുടങ്ങിയതും ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മ തന്നെയാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെയാണ് ആ ചടങ്ങുകൾ തുടങ്ങിയിട്ടുള്ളത്. അതായത് എന്താണ് ഭദ്രദീപം എന്ന് വെച്ചാൽ 6 മാസത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ചടങ്ങാണ് ഭദ്രദീപം എന്നറിയപ്പെടുന്നത്. 6 മാസത്തിലൊരിക്കൽ, അതായത് ഒരു വർഷത്തിൽ 2 തവണ ഭദ്രദീപം എന്ന് പറയുന്ന ചടങ്ങ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കും. ഇനി മുറജപം എന്താണെന്ന് വെച്ചാൽ 6 വർഷത്തിലൊരിക്കലാണ് നടക്കുക അല്ലേ? ഒരു വ്യാഴവട്ടക്കാലത്ത് 2 തവണ മാത്രമല്ലേ? ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുമ്പോൾ 12 വർഷം. അപ്പോൾ അതിൽ 2 തവണ എന്ന് പറയുമ്പോൾ 6 വർഷം അല്ലേ? അങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാം അല്ലേ? അപ്പോൾ ഒരു വർഷത്തിൽ 2 തവണ നടക്കുന്നതാണ് ഭദ്രദീപം എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ 2 തവണ നടക്കുന്നതാണ് ഭദ്രദീപം എന്ന് പറയുന്നത്. വർഷത്തിൽ 6 തവണ നടക്കുന്നതാണ് മുറജപം എന്ന് പറയുന്നത്. മുറജപം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നിങ്ങളിത് ചിലപ്പോൾ ഭദ്രദീപം മുറജപവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നതിനെക്കാട്ടിലും ഭദ്രദീപം അല്ലേ? ദീപം എന്ന് പറയുമ്പോൾ എന്താണ്? വിളക്കല്ലേ? വിളക്കെണ്ണ കഴിഞ്ഞാൽ പെട്ടെന്ന് കെടുമില്ലേ? അപ്പോൾ എന്താണ്? ഷോർട്ട് ടേമിലാണെന്ന് മനസ്സിലാക്കുക. 6 മാസത്തിലൊരിക്കൽ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ മറ്റത് നിങ്ങൾക്ക് കിട്ടുമല്ലോ. അത്രയേ ഉള്ളൂ. ഭദ്രദീപം 6 മാസത്തിലൊരിക്കൽ, മുറജപം 6 വർഷത്തിലൊരിക്കലാണ് ആ ചടങ്ങുകൾ നടക്കാറ്. കേരളത്തിൽ സത്യപരീക്ഷയായിട്ടുള്ള സുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച ഭരണാധികാരി എന്താണ്? നമ്മൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഉള്ളില്ല എന്ന് പറഞ്ഞിട്ട് ആ എണ്ണയിൽ കൈമുക്കുന്ന ഒരു പരിപാടിയില്ലേ? അതാ അല്ലേ? അതായത് കേരളത്തിൽ സത്യപരീക്ഷയായിട്ടുള്ള സുചീന്ദ്രം കൈമുക്ക്, എണ്ണയിൽ കൈമുക്ക് അല്ലേ? അത് ആരംഭിച്ചിട്ടുള്ള ഭരണാധികാരി ആരാണ്? അതും ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. കേരളത്തിൽ സത്യപരീക്ഷയായിട്ടുള്ള സുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച ഭരണാധികാരി ആരാണ്? അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. പിന്നെയോ തിരുവിതാംകൂർ രാജ്യം മാർത്താണ്ഡവർമ്മ കുലൈദൈവമായിട്ടുള്ള ശ്രീ പത്മനാഭന് സമർപ്പിച്ച ചടങ്ങാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണ് ഈ തൃപ്പടിദാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. തൃപ്പടിദാനം അതായത് തിരുവിതാംകൂർ രാജ്യത്തെ അല്ലേ? തിരുവിതാംകൂർ രാജ്യത്തെ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യണം? അവരുടെ കുലദൈവമായിട്ടുള്ള ആരാണ്? അവരുടെ കുലദൈവം എന്ന് പറയുന്നത് പത്മനാഭസ്വാമിയാണ് അല്ലേ? അവിടുത്തെ പത്മനാഭസ്വാമി ആണ് അവരുടെ കുലദൈവം എന്ന് പറയുന്നത്. ആ കുലദൈവത്തിന് ശ്രീ പത്മനാഭൻ എന്ത് ചെയ്യുന്നത്? ഇത് സമർപ്പിക്കുകയാണ് അവരുടെ രാജ്യത്തെ അല്ലേ? അങ്ങനെ സമർപ്പിക്കുന്ന ആ രാജ്യത്തെ സമർപ്പിക്കുന്ന ആ ചടങ്ങിന് പറയുന്ന പേരാണ് തൃപ്പടിദാനം. ഓക്കെ, തിരുവിതാംകൂർ രാജ്യം മാർത്താണ്ഡവർമ്മ കുലദൈവമായിട്ടുള്ള ശ്രീ പത്മനാഭന് സമർപ്പിച്ച ചടങ്ങിനെയാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. ഓക്കെ, തൃപ്പടിദാനം എന്ന് പറയുന്നത് ഇതൊക്കെ ജസ്റ്റ് ഒരു തവണ വായിച്ചാൽ തന്നെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ഒരു തവണ നമ്മൾ ഇത്തിരി ചെറിയ രീതിയിൽ സ്പീഡ് കൂടി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ എന്തായാലും കുറച്ചേ പറയുന്നുള്ളൂ. കാരണം ജസ്റ്റ് ഒന്ന് നമ്മുടെ മെറ്റീരിയൽ ഒരു തവണ ഒന്ന് ക്ലാസ് കണ്ടതിന് ശേഷം മെറ്റീരിയൽ ഒരു തവണ വായിക്കുക. ശേഷം വീണ്ടും ഒരു തവണ നിങ്ങൾ ക്ലാസ് കാണുകയാണെങ്കിൽ പക്കാവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്താണ് തൃപ്പടിദാനം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി തൃപ്പടിദാനത്തെക്കുറിച്ച് കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1-ാം തൃപ്പടിദാനം നടന്ന വർഷം 1750 ജനുവരി 3-നാണ് 1-ാം തൃപ്പടിദാനം നടക്കുന്നത്. എപ്പോഴാണ്? 1700. ഇതാരുടെ കാലത്തിലാണ്? 1750 എന്ന് പറയുമ്പോൾ 29 തൊട്ട് 58 വരെയുള്ള കാലഘട്ടമാണ് അല്ലേ? അതായത് അദ്ദേഹം 1729 മുതൽ 1758 വരെ ആര് തന്നെയായിരുന്നു? മാർത്താണ്ഡവർമ്മ തന്നെയായിരുന്നു. നോക്കൂ, ഈ 1750 എന്ന് പറയുന്നത് ഇതിനകത്ത് കിടക്കുന്ന ഒരു വർഷമല്ലേ? അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 1-ാം തൃപ്പടിദാനം നടന്നത് 1750 ജനുവരി 3-നാണ് തിരുവിതാംകൂർ രാജാവായിട്ടുള്ള മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്. അദ്ദേഹം തന്നെയാണ് ഇത് തുടങ്ങി വെക്കുന്നത് അല്ലേ? അതായത് 1750 ജനുവരി 3-നാണ് 1-ാം തൃപ്പടിദാനം നടന്നിട്ടുള്ളത്. 1-ാം തൃപ്പടിദാനം നടന്ന എപ്പോഴാണ്? 1750 ജനുവരി 3-നാണ്. 1750 ജനുവരി 3-ന് 1-ാം തൃപ്പടിദാനം നടക്കുന്നു. പിന്നെയോ തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ പത്മനാഭദാസന്മാർ എന്നറിയപ്പെടും.
ഓക്കെ, അതായത് പത്മനാഭൻ്റെ ദാസന്മാർ അല്ലെ, ഈ തൃപ്പടിദാനത്തിന് ശേഷം അവരെങ്ങനെ അറിയപ്പെടുന്നതാണ്? പത്മനാഭദാസന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ പത്മനാഭദാസന്മാരെന്ന് അറിയപ്പെടുന്നു. നോക്കുക, തൃപ്പടിദാനത്തിന് ശേഷം മാർത്താണ്ഡവർമ്മ അറിയപ്പെട്ടത് ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്നാണ്. ഇത്ര വലിയ പേര് കേട്ട് നിങ്ങൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു തവണ വായിച്ചതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ തൃപ്പടിദാനത്തിന് ശേഷം 1750 ജനുവരി 3 അദ്ദേഹം തിരുവിതാംകൂർ രാജ്യത്തെ ആർക്ക്? ശ്രീപത്മനാഭസ്വാമിക്ക് എന്താണ്? ദാനം അല്ലേ, അങ്ങനെ വെക്കുകയാണ്, അദ്ദേഹം ദാനം ചെയ്യുകയാണ്. അപ്പോൾ തൃപ്പടിദാനത്തിന് ശേഷം മാർത്താണ്ഡവർമ്മ അറിയപ്പെട്ടിരുന്ന പേരാണ് ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. എങ്ങനെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലിയ പേരാണ്, കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ശ്രീ പത്മനാഭ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ അല്ലേ, ഇത്രയും വലിയ പേര് കേൾക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാരെന്ന് ചോദിക്കുമ്പോൾ ബേഡൽ പവൽ അല്ലെങ്കിൽ BP അല്ലെ, ബേഡൽ പവൽ എന്ന് പറയുന്നത് പകരം അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് സർ റോബർട്ട് സ്റ്റീഫൻസൺ സ്മിത്ത് ബേഡൽ പവൽ പ്രഭു എന്നായിരുന്നു. അപ്പോൾ അത്രയും വലിയ പേര് പഠിക്കാൻ മടിച്ചിട്ടാണ് ബേഡൽ പവൽ എന്നുള്ള പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്രയും വലിയ പേര് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് സിമ്പിൾ തന്നെയാണ്. ശ്രീ പത്മനാഭ ദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇനി ഈ തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉമാമഹേശ്വരിയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൃപ്പടിദാനം എന്ന് പറയുന്ന ഒരു കൃതി രചിച്ചിട്ടുണ്ട്, തൃപ്പടിദാനം എന്നുള്ള പേരിൽ. ഓക്കെ, അപ്പോൾ തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരി. തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് അത് ഇതോടൊപ്പം തന്നെ പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. തൃപ്പടിദാനം എന്ന് പറയുന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരിയാണ്. തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉമാമഹേശ്വരി. തൃപ്പടിദാനം എന്ന് പറയുന്ന കൃതി രചിച്ചു ആര്? ഉമാമഹേശ്വരി. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത നോക്കുക. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. എന്താണ്? മാർത്താണ്ഡവർമ്മ ഭരണനയങ്ങൾ എങ്ങനെയാണ് കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിൻ്റെ നയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു? ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ അല്ലേ, ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്താണ്? ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നു. ആരുടെ? മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ്, അതായത് ഇവിടെ പറയുന്നത് യുദ്ധം നടക്കുന്ന സമയത്തായിരുന്നു. ഓക്കെ, അപ്പോൾ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുന്നതാണ്? നെയ്യാറ്റിൻകരയിൽ ഉണ്ടായിരുന്ന ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലുള്ള ഒരു പ്ലാവുണ്ട്. ആ പ്ലാവ് അമ്മച്ചി പ്ലാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചി പ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ്. അത്രയുള്ള ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു ശ്രീകൃഷ്ണസ്വാമി നെയ്യാറ്റിൻകരയുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെയുള്ള ഒരു പ്ലാവിലെ അമ്മച്ചി പ്ലാവ് എന്ന് പറയുന്നു, ആ പ്ലാവിൻ്റെ ഇവിടെ ഒളിഞ്ഞിരുന്നു. അത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ വന്നതേ ഉള്ളൂ. ഓക്കെ, മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചി പ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. താങ്ക് യു.